കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് കാലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ വൃത്തിയാക്കുകയാണ്. ഇന്നലെ ആ ഏട്ടനോട്, അതായത് ചിക്കൻ വെട്ടുന്ന ഏട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് വലിയ പീസ് വേണമെന്ന് കേട്ടോ. അത് കണ്ടറിഞ്ഞ ഏട്ടൻ നല്ല കാലിൻ്റെ പീസൊക്കെ തന്നു കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് വരിഞ്ഞരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഞാനും ആദ്യം മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും മാത്രമായിട്ട് 4-5 കഷ്ണം മാത്രമായിട്ടോ എടുക്കുന്നത്. ഇനി നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളകും ഗാർലിക്കും ഉപ്പും ഇട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ആ ചിക്കൻ വിടാണ് കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടുത്ത് പൊരിക്കുകയാണേ. നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വേണമെങ്കിൽ മുന്നേ ഒന്ന് കുക്കറിലിട്ട് വേവിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ പൊരിച്ച പത്തിരിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തേ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ലോങ് വീഡിയോയിലുണ്ട്, ഒന്ന് പോയി കാണും കേട്ടോ. ഗാർലിക് ചിക്കനിലേക്ക് 2 വെല്ലുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം പാരുകയാണ് കേട്ടോ. ഫ്രഷ് ക്രീം പാർന്നിട്ട് അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മുടെ ആ ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയിൽ വന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടപ്പോൾ നല്ല അടിപൊളിയായി കേട്ടോ. ഇപ്പോൾ പത്തിരി ആണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടി കാലം കൂടി കടിച്ച് മുറിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു മനസ്സ് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല അപ്പം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.